നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള അടയായിട്ടാണ്. അതായത് നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഇലയട. നല്ല അടിപൊളിയാണ്, വായിൽ വെച്ച് അലിഞ്ഞു പോകുന്നൊരു അടയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എപ്പോഴും വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ ഈ റെസിപ്പിയിലുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഒട്ടും താമസിയാതെ നമുക്ക് ഇങ്ങനെയാണ് രുചികരമായ ഗോതമ്പ് വെച്ചിട്ടുള്ള ഇലയട തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഗോതമ്പ് വെച്ചിട്ടുള്ള ഇലയട തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഫില്ലിംഗ് റെഡിയാക്കണം. അപ്പോൾ ഫില്ലിംഗ് വെറുതെ പച്ചയ്ക്ക്, അതായത് തേങ്ങയും ശർക്കര നീരും എല്ലാം കൂടി കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കിയാലും മതി, അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് ശരിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് കുറച്ച് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. 2 കട്ട ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ശർക്കര താല്പര്യമില്ലെങ്കിൽ ഇതിന് പകരം പഞ്ചസാര ഉരുക്കിയാലും മതിയാവും കേട്ടോ. ഞാൻ പഞ്ചസാരയാണ് പ്രിഫർ ചെയ്യാറ്, പക്ഷെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ശർക്കര ആയതുകൊണ്ടാണ് ശർക്കര വെച്ച് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നന്നായിട്ടൊന്ന് ഉരുകി ഒന്ന് പതഞ്ഞ് വരട്ടെ. ആ സമയത്ത് നമുക്ക് അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം. അതിലോട്ട് 9 ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിലോട്ട് ഏലക്കപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ ജീരകം, നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കാം. ഞാനിവിടെ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. അതല്ലെങ്കിൽ ചുക്കുപൊടിയും ചേർക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കൂടാൻ പാടില്ല. ഇതിലോട്ട് ഞാൻ കുറച്ച് നേന്ത്രപ്പഴം ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഇലയിടയിൽ ചേർക്കാറില്ല, പക്ഷെ ഞാനിവിടെ ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് നേന്ത്രപ്പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ ചൂടിൽ കിടന്നിട്ട് കുറച്ചും കൂടെ നേന്ത്രപ്പഴം ഒന്ന് വെന്തോളും. പിന്നെ സ്റ്റീം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുക്കായിക്കോളും. ഇച്ചിരി പഴുപ്പ് കുറഞ്ഞ പഴമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ഇടുന്നത് കേട്ടോ. നല്ല പഴുത്ത നേന്ത്രപ്പഴം ആണെങ്കിൽ ഡയറക്റ്റായിട്ട് വെക്കുന്ന സമയത്ത് കൂടെ മിക്സ് ചെയ്താൽ മതി, കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടെന്ന് ഓഫ് ചെയ്യാം. പിന്നെ നേന്ത്രപ്പഴം ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏത് പഴം വേണമെങ്കിലും ഇടാം, പഴമില്ലാതെയും ഉണ്ടാക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് ചെറുപഴം കൂടി ചേർക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് പഴം ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ. പഴമില്ലാതെയും സൂപ്പർ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണിത്. സെയിം റെസിപ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് ഗോതമ്പ് പൊടി കുഴച്ച് അട റെഡിയാക്കാൻ തുടങ്ങും. അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടാൻ പാടില്ല, അത് എപ്പോഴും ശ്രദ്ധിക്കണേ. അതേസമയം അല്പം ഉപ്പ് വേണം താനും ആ മാവിന്. അതിലോട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലായാലും കുഴപ്പമില്ല, പക്ഷെ വെളിച്ചെണ്ണയാണ് നല്ലത്. അതിനുശേഷം നോർമൽ വാട്ടർ കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായി കുഴച്ചെടുക്കാം കേട്ടോ. ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചുണ്ടാക്കി നോക്കിയപ്പോഴേ ഇത് അട ഉണ്ടാക്കി വന്നപ്പോൾ ഇച്ചിരി കട്ടിയുണ്ട്. അതേസമയം പച്ചവെള്ളം ഒഴിച്ചുണ്ടാക്കുമ്പോൾ അട നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പച്ചവെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ലൂസായിട്ടിരിക്കണം നമ്മുടെ ഈ മാവ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും, കുഴപ്പമൊന്നുമില്ല. കൈ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാരണം ഒരുപാട് മാവ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ലൂസ് മാവാണെങ്കിൽ പരത്താൻ വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഒരു ഇല എടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇല എടുത്താൽ മതി. ഇലയില്ലെങ്കിൽ പാർച്ച്മെന്റ് പേപ്പർ ഇല്ലേ, അതായത് ബട്ടർ പേപ്പർ, കുറച്ച് കട്ടിയുള്ള ടൈപ്പ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ പേപ്പർ ആണെങ്കിൽ ആകെ സ്റ്റീം ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് അലുമിനിയം ഫോയിലാണ്. പക്ഷേ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ അലുമിനിയം ഫോയിൽ അത്ര ഗുണമുള്ളതല്ല. അതിൽ ഒന്നുമില്ലെങ്കിൽ നമുക്കിത് കൊഴുക്കട്ട പോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഇലയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ലുലുന്ന് ഇല വീക്കെൻഡിൽ പോയി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ചെറിയൊരു ഉരുളി എടുത്തിട്ട് വെച്ച് കൊടുക്കാം. അടുത്ത് തന്നെ കുറച്ച് വെള്ളം വെക്കുക, സാധാരണ വെള്ളം വെക്കുക. എന്നിട്ടൊന്ന് കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇത് മാക്സിമം നൈസായിട്ട് അങ്ങ് പരത്തിയെടുക്കുക കേട്ടോ. എത്ര നൈസാക്കി എടുക്കാൻ പറ്റൂ അത്രയും നൈസാക്കി അങ്ങ് പരത്തിയെടുക്കുക. ഇത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി കൈ വെച്ചിട്ട് വിരൽ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് വടിച്ചെടുക്കാം. നമ്മുടെ നോർമലായിട്ടുള്ള ഇലയടയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ മാക്സിമം നൈസായിട്ടൊന്ന് എക്സസ് ആയിട്ടുള്ള ഗോതമ്പ് മാവ് ഇട്ടുന്ന് വടിച്ച് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ആ ഗോതമ്പ് മാവ് നമുക്ക് വീണ്ടും അടുത്ത അട ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ. കാരണം നമ്മൾ അത്രയും നൈസാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ രീതിയിൽ മറ്റേ രീതി ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് സ്റ്റിക്കിയാണ് ഗോതമ്പ് മാവ് എന്ന് പറയുമ്പോൾ, അരിപ്പൊടി പോലെയല്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്രയും നൈസാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഫില്ലിങ് അങ്ങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഒരുപാട് അങ്ങ് വെക്കരുത്, 1 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ വെച്ചാൽ മതി കേട്ടോ. മിഡിൽ പോർഷനിൽ അങ്ങ് വെച്ച് എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ആക്കി കൊടുക്കാം.
അതിനുശേഷം നമുക്ക് അടയ്ക്കാം. ഈ 2 സൈഡും ഒട്ടുന്ന രീതിയിൽ അങ്ങ് അടച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ അടയും ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു 8 മുതൽ 9 അട വരെ ഈ ഒരു അളവിൽ കിട്ടും കേട്ടോ. നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റീമറിലോട്ട് അട വെച്ച് കൊടുക്കാം കേട്ടോ. 8 അടയാണെങ്കിൽ 4 അട വീതം ഒരു പ്രാവശ്യം സ്റ്റീം ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അട വെന്തിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ കയ്യിൽ ആവി കൊണ്ടു കഴിഞ്ഞാൽ കൈ പൊള്ളിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ആവി കുറഞ്ഞതിന് ശേഷം എടുക്കുക. അതിനുശേഷം അടുത്ത ബാച്ച് വെച്ചിട്ട് വീണ്ടും ഓൺ ചെയ്തിട്ട് 10 മിനിറ്റ് വീണ്ടും സ്റ്റീം ചെയ്തെടുക്കുക. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് വെച്ച് കൊടുക്കുക. പിന്നെ വെള്ളം, താഴത്തെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകേ. ഇതിൽ വെള്ളം ഉണ്ട്, അതുകൊണ്ട് ഞാനിനി ഒഴിക്കുന്നില്ല. അടുത്തതും 10 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ അട ഞാൻ എന്താ കൊണ്ടുവന്നിട്ടുണ്ട്. അതിങ്ങനെ തുറക്കുമ്പോഴേക്കിനും വിട്ടു വരുന്നുണ്ട് കേട്ടോ. അപ്പം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, വായിലിട്ട് അലിഞ്ഞു പോകുന്ന അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളി. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഗോതമ്പിൻ്റെ അടയാന്ന് പറയുമോ? കഴിച്ചു കഴിഞ്ഞാലും പറയില്ല. അത്രയും രുചികരമായിട്ടുള്ള, വായിൽ വെച്ച് അലിഞ്ഞു പോകുന്ന അടയാണ്. ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇലയുടെ മുറിക്കുമ്പോഴൊക്കെ പൊടിഞ്ഞു പോകാണ്ട് മുറിക്കുന്നത് ഇലയോട് കൂടി തന്നെ മുറിച്ചാൽ മതി. ഞാൻ എങ്ങനെയാണ് മുറിക്കാറുള്ളത്. അപ്പം നമുക്ക് ഉരിച്ചെടുക്കാനും എളുപ്പമായിരിക്കും, അതുപോലെ തന്നെ കഴിക്കാനും എളുപ്പമായിരിക്കും. അപ്പം ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ, ഓരോ പീസ് കൊടുക്കുമ്പോൾ ഇലയോട് കൂടി അങ്ങ് മുറിക്കുക കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇലയുടെ ഞാൻ ഒന്ന് കഴിച്ച് നോക്കിയാലോ. അതെ വാ, അടിപൊളിയായിട്ട് കേട്ടോ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കാം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തേനിലേക്ക് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോവും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.